റഹീം, 2024 നരേന്ദ്രമോദി മാജിക്കിന്റെ വർഷമാണോ, അതല്ല ഇന്ത്യ മുന്നണി പുതുരാഷ്ട്രീയ ചരിത്രം കുറിക്കാൻ പോകുന്ന വർഷമാണോ? യാതൊരു സംശയവും വേണ്ട, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ ഇന്ത്യ തള്ളിക്കളയുന്ന വർഷത്തിനായിരിക്കും ഇതാ പുതുവർഷം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇദ്ദേഹം കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. നരേന്ദ്രമോദി ഏതാണ്ട് മൻ കി ബാത്തിൻ്റെ ലോകത്ത് ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം ഏകപക്ഷീയമായി പറയുന്നതല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കംഫർട്ടബിളായ നേരത്തെ കൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ ടുഡേയുടെ ഇൻ്റർവ്യൂവിൽ പ്രതികരിച്ചതുപോലെ ആകാശവാണിയിലൂടെ ജനങ്ങളോട് സംസാരിക്കുന്നത് പോലെ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അതിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് കാവ്യാത്മകമായി അവതരിപ്പിക്കാനും ആ സ്ക്രിപ്റ്റ് വളരെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ PR ടീമും ആഗ്രഹിക്കുന്നത് പോലെ പുറത്തേക്ക് എത്തിക്കാനും എല്ലാം സാധിക്കും. അതിൻ്റെ താളാത്മകത കണ്ട് നമ്മൾ വല്ലാതെ ആവേശപുളകിതരാകേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എന്താണ്? നോട്ട് നിരോധനമാണോ അദ്ദേഹത്തിൻ്റെ നേട്ടം? അദ്ദേഹം പറഞ്ഞല്ലോ, ഒന്നും കാണാതെ ഞാനൊന്നും തുടങ്ങില്ല, ഞാൻ തുടങ്ങിയതല്ല, അതിൻ്റെ അവസാനം വരെ പോകും. ഒന്ന് BJPയുടെ പ്രതിനിധിക്ക് വിശദീകരിക്കാമോ? ആ നോട്ട് നിരോധനത്തിൽ കവി ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്ന് വിശദീകരിക്കാമോ? എന്തായിരുന്നു നിങ്ങൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു മുന്നൊരുക്കവുമില്ലാതെ GST നടപ്പിലാക്കിയതിൻ്റെ ദുരന്ത ഫലം എന്തായിരുന്നു എന്ന് വിശദീകരിക്കാമോ? ഞാനൊന്നും എന്താണ് അങ്ങയുടെ പ്രൈവറ്റൈസേഷൻ്റെ അപകടകരമായ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ റിപ്പോർട്ടർ TVയുടെ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ മഹാഭൂരിപക്ഷം ഒരു വലിയ വിഭാഗം വിദേശികളുണ്ട്. അതായത് വിദേശികൾ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് NRIs ഉണ്ട്, പ്രവാസികളുണ്ട്. ആ പ്രവാസികളായിരിക്കുന്നവർ അവരുടെ വെക്കേഷൻ സമയത്ത് പോലും കേരളത്തിലേക്ക് അവധി കിട്ടുമ്പോൾ പോലും ഇപ്പോൾ വരാൻ കഴിയുന്നില്ല. വിമാനക്കൂലിയുടെ വർധനമാണ്. ഞാൻ ശ്രീ ജയചന്ദ്രൻ മാസ്റ്ററെയും BJP പ്രതിനിധികളെയും ഓർമ്മിപ്പിക്കുന്നു, ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ഇന്ന് ഫ്ലൈറ്റ് ചാർജ് വിമാനക്കൂലി നിശ്ചയിക്കുന്നത് 3 കമ്പനികളാണ്. ഒന്ന് ഇൻഡിഗോ, മറ്റൊന്ന് ടാറ്റ, അതോടൊപ്പം തന്നെ എയർ ഏഷ്യ. ഈ 3 കമ്പനികൾ, സ്പൈസ് ജെറ്റ്, ഈ 3 കമ്പനികൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഗവൺമെൻറ്റിന് യാതൊരു റോളുമില്ല. ഡൊമസ്റ്റിക് സഞ്ചാരത്തിലാകട്ടെ അന്താരാഷ്ട്ര സഞ്ചാരങ്ങളിലാകട്ടെ വലിയ തോതിലാണ്. ഗവൺമെൻറ്റിന് യാതൊരു റോളുമില്ല, നിയന്ത്രിക്കാൻ ഞങ്ങൾക്കാകില്ല, രേഖാമൂലമുള്ള മറുപടികൾ പറയുന്നു. എന്ത് ഗവേണൻസാണിത്? രാജ്യത്തെ ഇന്ധനവില വർധനവ്, രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ദുരിതത്തിലാക്കുന്ന ഒന്നാണ് ഇന്ധനവില വർധനവ്. കോൺഗ്രസിൻ്റെ കാലത്താണ് പണ്ട് പെട്രോളിൻ്റെ വില നിയന്ത്രണാധികാരം കമ്പനികളെ ഏൽപ്പിച്ചത്. അന്ന് അതിനെതിരെ സമരം ചെയ്തവരാണിവർ. എന്നിട്ട് പിന്നീട് അവർ അധികാരത്തിലേറിയപ്പോഴോ പെട്രോളിയം ഉൽപ്പാദനത്തിലും വിപണനത്തിലേക്കും കടന്നു വന്ന വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഡീസലിൻ്റെ വില നിയന്ത്രണാധികാരം കൂടി കമ്പനികളെ ഏൽപ്പിച്ചു. അന്ന് പറഞ്ഞതാണ് 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും. അന്ന് ശ്രീ സുരേന്ദ്രനെല്ലാം ടെലിവിഷനിൽ വന്ന് പ്രസംഗിച്ചത് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വൈറൽ വീഡിയോകളായി പറക്കുന്നുണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം? മോദി പറഞ്ഞ വാഗ്ദാനം എന്തായിരുന്നു? അപ്പോൾ വാഗ്ദാനങ്ങളുടെ പെരുമഴ മാത്രമാണ്. മറ്റൊരു കാര്യം ഇവർ എല്ലായ്പ്പോഴും ഇവരുടെ ഒരു ആയുധം എന്ന് പറയുന്നത് ദേശസുരക്ഷയാണ്. രാജ്യത്തിൻ്റെ ദേശസുരക്ഷയുടെ ഇവരുടെ റോൾ എന്താണ്? BJP ഇന്ത്യ ഭരിക്കുമ്പോഴാണ് രാജ്യത്തൊരിക്കൽ മാത്രമേ ഇന്ത്യയുടെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളൂ ഭീകരവാദികളാൽ. അത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് BJP ഇന്ത്യ ഭരിക്കുന്ന സന്ദർഭത്തിലാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് പത്താൻകോട്ടിലെ സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നത്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഉറിയിലെ അപകടകരമായ ഏറ്റുമുട്ടൽ സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നത്, പുൽവാമ സംഭവിക്കുന്നത്. തീരുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്തേക്ക് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും ലംഘിച്ചുകൊണ്ട് 2 പേർക്ക് കയറി പുകബോംബ് ആക്രമണം നടത്താൻ കഴിഞ്ഞത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, വേറൊരു കാലത്തുമല്ല. അപ്പോൾ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങൾ ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് കാണുന്നു എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം കാരണം പറയണം. ഏറ്റവും ചുരുങ്ങിയത് നോട്ട് നിരോധനത്തിൻ്റെ കാരണമെങ്കിലും പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്ക് വിശദീകരിക്കാൻ പക്ഷേ ആ അഭിമുഖത്തിൽ നരേന്ദ്രമോദി കണക്കെടുത്തു പറയുന്നുണ്ട് എന്തായിരുന്നു 2013-14 നിന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ രാജ്യം സ്വന്തമാക്കിയത്. 2013 മെട്രോ സ്റ്റേഷനുകളിൽ മെട്രോ റെയിൽവേകളുടെ എണ്ണം 248 ആണെങ്കിൽ 248 കിലോമീറ്റർ ദൈർഘ്യമാണെങ്കിൽ അത് 905 കിലോമീറ്ററായി വർദ്ധിച്ചിരിക്കുന്നു മെട്രോ റെയിലുകൾ രാജ്യത്ത്. എയർപോർട്ടുകളുടെ എണ്ണം 74 നിന്ന് 149 വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 706 വർദ്ധിച്ചിരിക്കുന്നു. തൊഴിലില്ലായ്മ നിരക്ക് 5.8% നിന്ന് 3.2% കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്റർവ്യൂവിൽ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. ഒറ്റ കാര്യം
ഒറ്റക്കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, തൊഴിലില്ലായ്മ നിരക്ക് ഇവർക്കിഷ്ടപ്പെട്ട ഇന്നിപ്പോൾ ഈ രാജ്യത്തെ ഡേറ്റകൾ പുറത്തു വരുന്നില്ല. എന്തിനാസ്പദമാക്കിയാണ്, ഏത് ഡേറ്റയെ ആസ്പദമാക്കിയാണ് തൊഴിലില്ലായ്മയുടെ കണക്ക് ഇദ്ദേഹം പറയുന്നത്? സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ CMIയുടെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് 7% മുകളിലാണ്. ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു കണക്ക് ഇദ്ദേഹം സ്വമേധയാ പറയുകയാണ്. ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ റോസ്ഗാർ മേളകൾ എന്ന പേരിൽ രാജ്യത്ത് വലിയ തൊഴിൽ മേളകൾ നടത്തി. റോസ്ഗാർ മേളകളുടെ ഭാഗമായി രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട, പുതുതായി സൃഷ്ടിക്കപ്പെട്ട എത്ര തൊഴിൽ അവസരങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ ചോദിച്ചു. ഉത്തരം എത്രയെന്നറിയാമോ അരുണേ? 0 0. പിന്നെ എങ്ങനെയാണ്, എന്താണ് ഈ നടക്കുന്ന പ്രക്രിയ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, സ്വാഭാവികമായി ലഭിക്കേണ്ട നിയമനങ്ങൾ ഒരു മേള നടത്തി, ഒരു ഇവന്റ് നടത്തി, ആ ഇവന്റിലൂടെ കൈമാറുന്നു. അത്രമാത്രമേ ഉള്ളൂ. റോസ്ഗാർ മേളകളിലൂടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടോ. ഇനി പാർലമെന്റിൽ തന്നെ വിവിധ സന്ദർഭങ്ങളിൽ ഞങ്ങൾ പലരും ചോദിച്ചു. മെഡിക്കൽ കോളേജുകൾ വന്നതിനെക്കുറിച്ച് പറയുന്നു. രാജ്യത്ത് വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ, അത് സർവകലാശാലകളിൽ, കേന്ദ്ര സർവകലാശാലകൾ മുതൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേ വരെ, ബാങ്കിംഗ് മേഖല ഉൾപ്പെടെ ഒഴിഞ്ഞുകിടക്കുന്ന വേക്കൻസികളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തിനേറെ, ഏറ്റവും ഒടുവിൽ പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയുണ്ടായപ്പോൾ പാർലമെന്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ പോലും വർഷങ്ങളായി 100 കണക്കിന് പോസ്റ്റുകൾ വേക്കന്റായി ഒഴിഞ്ഞുകിടക്കുന്നത്. മറുപടി ഒന്ന് കേട്ടിട്ട്